എന്നീ വീഡിയോയിൽ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ പത്രപരസ്യങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ജോലികൾക്ക് ആളുകളെ എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാരിതോഷികങ്ങളോ വാങ്ങിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ ഏജൻസികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിന്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എൻ്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. ഒപ്പം എൻ്റെ ഈ ചാനലിലൂടെ പണം നൽകി ജോലി സമ്പാദിക്കുന്നതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഗൈസ് ഗുഡ് മോർണിംഗ്, ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നല്ല തണുപ്പാണ്. ഇന്നത്തെ ഒരു ദിവസം നല്ല തണുപ്പാണ്. നിങ്ങൾക്ക് എൻ്റെ പുറകിലേക്ക് കാണാം, അത്യാവശ്യം മഞ്ഞൊക്കെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു തണുത്ത കാറ്റും. സമയം ഏകദേശം 7 മണിയായി, പക്ഷെ ഇപ്പോഴും ഒരു വെളിച്ചം വന്നിട്ടില്ല ശരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ജോബ് വേക്കൻസികളാണ്. നമ്മളോട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലും അതുപോലെ മെസ്സേജിലൊക്കെ ചോദിക്കുന്ന കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ജോലി വേക്കൻസികളും പറയുന്ന സമയത്ത് 2 വട്ടം റിപ്പീറ്റ് ആയിട്ട് പറയാറുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷേ ചിലർ എനിക്കൊരു സജഷനായിട്ട് പറയുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു വട്ടം തന്നെ വ്യക്തമാവുന്ന രീതിയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ ഗൈസ്. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് 20 മിനിറ്റും 18 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഉള്ള വീഡിയോകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ വീഡിയോകളും ഒരു 3 മിനിറ്റ് 2.5 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ കട്ട് ചെയ്ത് പോകുന്ന ഒരു വീഡിയോകളാണ് എൻ്റെ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ 20 മിനിറ്റോളം ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ജോബ് വേക്കൻസികളൊക്കെ എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടേ പണ്ടാണ് ഇങ്ങനെ പറഞ്ഞാണ് ടൈം വെറുതെ പോകുന്നത്, 20 മിനിറ്റൊക്കെ ആവുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ മൊബൈൽ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കാണുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും നിങ്ങളും ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ബ്രേക്ക് കിട്ടുമ്പോൾ അത് കണ്ടിട്ട് ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ആ ഒരു ഇത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വീഡിയോയിൽ ഏകദേശം ഒരു 2-3 കമ്പനികളുടെ വേക്കൻസികൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു 2-3 വീഡിയോ ഒരു ദിവസത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ മാക്സിമം ഞാൻ ഒരു ദിവസത്തിൽ ഒരു 2 വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൗദി അറേബ്യയിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതേതാണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി നേരെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യത്തെ ഒരു ജോബ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദി അറേബ്യയിലുള്ള യുണൈറ്റഡ് ഫുഡ് ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയിലേക്ക് കുറച്ച് മർച്ചൻഡൈസർമാർ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്കുള്ള ഇതേ സെയിം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ മാസം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആളുകൾ തികഞ്ഞിട്ടാണോ അതല്ല പുതിയ ഒഴിവുകൾ വന്നാണോ എന്നറിയില്ല. യുണൈറ്റഡ് ഫുഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയിലേക്ക് മർച്ചൻഡൈസർമാരെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു ജോലിക്ക് അവർ പറയുന്ന സാലറി 1500 റിയാലും പ്ലസ് 200 റിയാൽ ഫുഡിന് എന്നുള്ള രീതിക്ക്, അങ്ങനെ മൊത്തം 1700 റിയാലാണ്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിലെ കാർ ഓടിക്കുന്ന ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. അത്യാവശ്യമൊക്കെ ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയണം. നിങ്ങൾക്ക് ഏതെങ്കിലും റീറ്റെയിൽ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മുൻഗണനയായിട്ട് അവരെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 4 കാര്യങ്ങളാണ് അവർ പറയുന്നത്. 1500 പ്ലസ് 200 1700 റിയാൽ പ്ലസ് അക്കോമഡേഷനും ഫ്രീ ആണ്. ഇത്രയാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ ഗൈസ്. എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് UAE നിന്നാണ്. അപ്പോൾ ആ UAE പ്രശസ്തമായിട്ടുള്ള കമ്പനിയിലേക്ക് ലോജിസ്റ്റിക്സ് ഓഫീസർ, സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ, പെയിൻറ്റർ, വെൽഡർ തുടങ്ങി ഒരു 8-9 കാറ്റഗറിയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം, താമസം ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ നല്ലൊരു കാര്യമാണിത്. കമ്പനി തന്നെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പളം കുഴപ്പമില്ലാത്തൊരു ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ജോലി കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് CNC ഓപ്പറേറ്ററുടെയാണ്. അപ്പോൾ ഈ ഒരു CNC ഓപ്പറേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് 40 വയസ്സായിരിക്കണം മാക്സിമം നിങ്ങളുടെ ഏജ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 മുതൽ 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക്
ഈ ഒരു CNC ഓപ്പറേറ്റർ എന്നുള്ളൊരു മേഖലയിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് 2000 ദിറംസ് മുതൽക്ക് 2400 ദിറംസ് വരെയാണ്. ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സാലറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്ററുടെയാണ്. അപ്പോൾ ഈ ഫാബ്രിക്കേറ്ററുടെ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 40 വയസ്സിൽ കൂടാൻ പാടില്ല. ഒപ്പം 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് 1700 ദിറംസ് മുതൽ 2100 ദിറംസ് വരെയാണ്. ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വെൽഡറുടെയാണ്. അപ്പോൾ ഈ വെൽഡറുടെ ജോബിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 40 വയസ്സിൽ കൂടാൻ പാടില്ല. 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ ഒരു ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലാവാം അതല്ലെങ്കിൽ GCC കൺട്രീസിലാവാം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഒപ്പം നിങ്ങളുടെ സാലറി ആയിട്ട് അവർ പറയുന്നത് 1500 ദിറംസ് മുതൽ 1900 ദിറംസ് വരെയാണ്. പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് പെയിൻറ്ററുടെയാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്ററുടെ ജോബിന് നിങ്ങൾക്ക് പങ്കെടുക്കണം, അതിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന യോഗ്യതകൾ പ്രായം 40 വയസ്സിൽ കുറവായിരിക്കണം. നിങ്ങൾക്ക് 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് പെയിൻറ്റർ എന്നുള്ളൊരു ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 1400 മുതൽക്ക് 1800 ദിറംസ് വരെയാണ് അവർ ശമ്പളമായിട്ട് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അഞ്ചാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നതാണ് നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത്. ലോജിസ്റ്റിക്സ് ഓഫീസറായിട്ടുള്ളൊരു പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ പ്രായം 40 വയസ്സിൽ കുറവായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ ഉണ്ടായിരിക്കണം. സാലറി ആയിട്ട് അവർ പറയുന്നത് 4000 ദിറംസ് മുതൽക്ക് 5000 ദിർഹംസ് വരെയാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഒന്നുകൂടെ പറയാം. ലോജിസ്റ്റിക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 40 വയസ്സിന് കൂടുതലാവാൻ പാടില്ല പ്രായം. ഒപ്പം 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേണം. സാലറി ആയിട്ട് അവർ പറയുന്നത് 4000 ദിറംസ് മുതൽക്ക് 5000 ദിറംസ് വരെയാണ്. അപ്പോൾ അടുത്തൊരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പറുടെ ആണ്. ഈ സ്റ്റോർ കീപ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് 40 വയസ്സിൽ കൂടാൻ പാടില്ല പ്രായം. ഒപ്പം നിങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്റ്റോർ കീപ്പറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ GCC കൺട്രീസിലോ അല്ലെങ്കിൽ നാട്ടിൽ ഇന്ത്യയിലോ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സാലറി ആയിട്ട് അവർ പറയുന്നത് 3000 ദിറംസ് മുതൽ 3500 ദിറംസ് വരെയാണ്. ഓക്കെ ഗൈസ്, അടുത്തൊരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പറുടെ ആണ്. അപ്പോൾ അതിനവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മാക്സിമം 40 വയസ്സാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സാലറി ആയിട്ട് അവർ പറയുന്നത് 1200 ദിറംസ് മുതൽ 1600 ദിറംസ് വരെയാണ്. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എന്ന് കമ്പനി പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ജോബ് കാറ്റഗറി മെക്കാനിക്കിൻ്റെ ആണ്. ഈ മെക്കാനിക് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് 2 വർഷം മുതൽക്ക് 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അതല്ലെങ്കിൽ GCC കൺട്രീസിലോ ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 മാക്സിമം അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ സാലറി ആയിട്ട് പറയുന്നത് 3000 ദിറംസ് മുതൽക്ക് 3500 ദിറംസ് വരെയൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് പെയിൻറ്റിങ് ഫോർമാൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഫോർമാൻ എന്നുള്ളൊരു ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രായപരിധി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ യോഗ്യതകൾ എന്ന് പറയുന്നത് 2 മുതൽക്ക് 3 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പെയിൻറ്റിങ് ഫോർമാനായിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3000 ദിറംസ് മുതൽക്ക് 4000 ദിറംസ് വരെയാണ് അവർ സാലറി ആയിട്ട് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് കാറ്റഗറി എവിടെ നിന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. ഗൈസ്, അപ്പോൾ നോർമലി എൻ്റെ എല്ലാ വീഡിയോകളുടെയും മുമ്പ് ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള ഒരു 4-5 വീഡിയോ കാണാൻ പറയാറുണ്ട്. പലരും അത് കാണാതെ കമൻറ്റിൻ്റെ ബോക്സിലോ അതുപോലെ മെസ്സേജിലൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഹെവി ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടോ എന്ന്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമ്മുടെ സൗദി അറേബ്യയിലുള്ള നാദക് എന്നുള്ള കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിൽ ഹെവി ഡ്രൈവർമാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഏകദേശം 100ഓളം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലത്തെ മീഡിയം അല്ലെങ്കിൽ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി അതും ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കൺട്രീസിൽ എവിടെയെങ്കിലുമുള്ള ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1500 റിയാലും പ്ലസ് അക്കോമഡേഷനും ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം, ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൗദിയിലത്തെ മീഡിയം അല്ലെങ്കിൽ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. 11-ാം തീയതിയും 12-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. 8 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ. ഇൻസ്റ്റാഗ്രാം IDയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മുടെ വീഡിയോ. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഞാൻ ഇനി മുതൽക്ക് ഡെയിലി 2 എണ്ണം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഒപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലും ഇതിലുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കും കൂടിയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്, ദാസൻ.